മിഡിൽ ഈസ്റ്റിൽ പുകയുന്ന യുദ്ധാഗ്നി 6-ാം ദിവസവും ആളിപ്പടരുമ്പോൾ പതിറ്റാണ്ടുകളായി തങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ച അനീതി നിറഞ്ഞ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മറുപടിയായി ഇറാൻ തങ്ങളുടെ ആയുധപ്പുര തുറന്നിരിക്കുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെ ഇസ്രായേലിന്റെ ഹൃദയഭാഗമായ ടെൽ അവീവിനെയും ജെറുസലേമിനെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കുതിച്ചുയർന്ന ഇറാനിയൻ മിസൈലുകൾ പടിഞ്ഞാറൻ ശക്തികൾക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്: നേരിട്ടുള്ള പോരാട്ടം മാത്രം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന്റെ മണ്ണിൽ ഭീരുത്വപരമായ ബോംബാക്രമണം ശക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് സ്വന്തം പരമാധികാരം സംരക്ഷിക്കാനുള്ള ഇറാന്റെ ഈ ഉശിരൻ പ്രത്യാഘാതം. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം നാശം വിതയ്ക്കുമ്പോഴും തളരാത്ത പോരാട്ട വീര്യവുമായി ഇറാന്റെ മിസൈൽ ശേഖരം ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ കവചമായ അയൺ ഡോമിനെ പിച്ചി ചീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം ഒരു യുദ്ധമല്ല, മറിച്ച് പടിഞ്ഞാറൻ സാമ്രാജ്യത്വത്തോട് തലകുനിക്കാത്ത ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ വിളംബരമാണ്. മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു രക്തരൂഷിതമായ അധ്യായത്തിന് തുടക്കമിട്ട ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക നീക്കങ്ങൾ അമേരിക്കയെ തന്നെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ്. ഇറാനിലെ ജനതയെയും അവരുടെ പരമാധികാരത്തെയും തകർക്കാൻ ട്രംപ് നൽകുന്ന ഉത്തരവുകൾക്ക് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ കനത്ത തിരിച്ചടികളാണ് നേരിടുന്നത്. ഇറാനിൽ കൂടുതൽ സൈനിക അധിനിവേശങ്ങൾ നടത്താനുള്ള പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ അധികാരത്തെ പിടിച്ചുകെട്ടാൻ ലക്ഷ്യമിട്ടുള്ള യുദ്ധശക്തി നടപടി അമേരിക്കൻ സെനറ്റിൽ തലനാരിഴയ്ക്കാണ് പരാജയപ്പെട്ടത്. 47-53 എന്ന വോട്ടിംഗ് നില വ്യക്തമാക്കുന്നത് അമേരിക്കൻ നിയമനിർമ്മാതാക്കളിൽ പകുതിയോളം പേരും ഈ അനാവശ്യ യുദ്ധത്തിന് എതിരാണ് എന്നതാണ്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ലോകത്തെ മറ്റൊരു മഹാവിപത്തിലേക്ക് തള്ളിവിടുന്ന ട്രംപിന്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ സ്വന്തം ജനത തന്നെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അമേരിക്കയുടെ ഈ ആഭ്യന്തര ഭിന്നത ഇറാൻ നടത്തുന്ന നീതിപൂർവമായ പ്രതിരോധത്തിന് ലഭിക്കുന്ന ധാർമ്മിക വിജയമാണ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങൾ വെറും ഭീരുത്വമാണ്. എന്നാൽ ഇതിനു മറുപടിയായി തൊടുത്തുവിടുന്ന ഓരോ മിസൈലും പടിഞ്ഞാറൻ സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കാനുള്ളതാണ്. കുവൈത്തിലെയും സൗദിയിലെയും അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കൻ സൈനികരുടെ ആത്മവീര്യം തകർത്തിരിക്കുകയാണ്. 6ഓളം അമേരിക്കൻ സൈനികരുടെ മരണം സ്ഥിരീകരിച്ചതോടെ ഇറാനുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടായാൽ അത് തങ്ങൾക്ക് താങ്ങാനാവില്ലെന്ന് അമേരിക്കൻ സൈനിക നേതൃത്വം ഭയപ്പെടുന്നു. സ്വന്തം സൈനികരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ട്രംപ് കാട്ടുന്ന ഈ വ്യഗ്രത ലോകത്തിനു മുന്നിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്തുകയാണ്. സാമ്പത്തികമായും സൈനികമായും ഇറാനെ തളർത്താൻ ശ്രമിക്കുന്നവർക്ക് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷ പോലും ഉറപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയാണിന്ന്. പീഡിപ്പിക്കപ്പെടുന്ന രാഷ്ട്രങ്ങളുടെ ശബ്ദമായി ഇറാൻ മാറുമ്പോൾ അമേരിക്കയുടെ അധിനിവേശ തന്ത്രങ്ങൾ സ്വന്തം മണ്ണിൽ തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ്. യുദ്ധം കേവലം ഇസ്രായേലിന്റെയോ ഇറാന്റെയോ അതിർത്തികളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കെതിരായ ഒരു ആഗോള പ്രതിരോധമായി ഇത് മാറിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി അറബ് മണ്ണിൽ അധിനിവേശം നടത്തുന്ന US സൈന്യത്തിനു നേരെ പ്രാദേശികമായ പോരാട്ടങ്ങൾ കടുക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കുവൈത്തിലെ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം. 2 അമേരിക്കൻ സൈനികർ കൂടി കൊല്ലപ്പെട്ടതോടെ യുദ്ധം 6-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മരിച്ച അമേരിക്കൻ സേനാംഗങ്ങളുടെ എണ്ണം 6ആയി ഉയർന്നു. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുണ്ട് എന്നവകാശപ്പെടുമ്പോഴും ഇറാന്റെ ഡ്രോൺ സാങ്കേതികവിദ്യയ്ക്ക് മുന്നിൽ അമേരിക്കൻ ക്യാമ്പുകൾ വിറയ്ക്കുകയാണ്. സ്വന്തം സൈനികരുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത അമേരിക്കൻ ഭരണകൂടം ലോകത്തിനു മുന്നിൽ വലിയ നാണക്കേടാണ് നേരിടുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂട്ടുകെട്ടിന് തിരിച്ചടി നൽകിക്കൊണ്ട് സൗദി അറേബ്യ, കുവൈത്ത്, ദുബായ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങളാണ് നടക്കുന്നത്. ദുബായിലെ അമേരിക്ക കോൺസുലേറ്റിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സാന്നിധ്യം എത്രത്തോളം അപകടത്തിലാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഈ ഭീഷണിക്ക് തുടർന്ന് ഖത്തർ തങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയം വഴി ദോഹയിലെ അമേരിക്കൻ എംബസിക്ക് സമീപത്തുള്ള താമസക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങിയത് പടിഞ്ഞാറൻ ശക്തികളുടെ പതനത്തിന്റെ തുടക്കമാണ്. സ്വന്തം എംബസികൾക്ക് പോലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത അമേരിക്കയ്ക്ക് എങ്ങനെയാണ് ഒരു മേഖലയുടെ സമാധാനം നിയന്ത്രിക്കാൻ കഴിയുക? ഇറാന്റെ ചങ്കൂറ്റത്തിനു മുന്നിൽ അമേരിക്കയുടെ സ്വാധീനം അറബിക്കടലിൽ അലിഞ്ഞുചേരുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം കാണുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ആധിപത്യം ആഗോള എണ്ണ വിപണിയെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്.
കുവൈറ്റ് തീരത്ത് അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ടാങ്കർ കപ്പലിലുണ്ടായ സ്ഫോടനവും അതിനു തുടർന്നുള്ള വൻ എണ്ണച്ചോർച്ചയും പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ഇളക്കിമറിച്ചിരിക്കുന്നു. 20,000-ഓളം നാവികർ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് അന്താരാഷ്ട്ര സമുദ്ര സംഘടന വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ നാവിക മേധാവിത്വത്തിനേറ്റ കനത്ത പ്രഹാരമാണ്. തങ്ങളുടെ മണ്ണിലെ ഓരോ തുള്ളി എണ്ണയും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം ലോകത്തിലെ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും നൽകുന്ന ആവേശം ചെറുതല്ല. പടിഞ്ഞാറൻ അച്ചുതണ്ടിന്റെ തകർച്ചയും സ്വതന്ത്രമായ ഒരു മിഡിൽ ഈസ്റ്റിന്റെ ഉദയവുമാണ് വരും ദിവസങ്ങളിൽ നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ലോകത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ അപ്രമാദിത്യം വൻ ശക്തികളെ ഒന്നടങ്കം വിറപ്പിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധഗതിക്ക് മറുപടിയായി ഇറാൻ ഈ തന്ത്രസമ്പ്രദാന ജലപാതയിൽ തീർത്ത പ്രതിരോധം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്നു. നിലവിൽ 20,000-ഓളം നാവികർ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് അന്താരാഷ്ട്ര സമുദ്ര സംഘടന വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ നാവിക മേധാവിത്വത്തിനേറ്റ കനത്ത പ്രഹാരമാണ്. കുവൈത്ത് തീരത്ത് അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന എണ്ണക്കപ്പലിലുണ്ടായ സ്ഫോടനവും അതിനു തുടർന്നുള്ള വൻ എണ്ണച്ചോർച്ചയും പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ഇളക്കി മറിച്ചിരിക്കുന്നു. ഇത് വെറുമൊരു അപകടമല്ല, മറിച്ച് ഇറാന്റെ മണ്ണിൽ ബോംബിടുന്നവർക്ക് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് മേൽ ലഭിക്കുന്ന കൃത്യമായ താക്കീതാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ പൊള്ളയായ അവകാശങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഒമാനിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള UK സർക്കാരിന്റെ ചാർട്ടേഡ് വിമാനം താന്ത്രിക തകരാറ് മൂലം റദ്ദാക്കേണ്ടി വന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ രക്ഷാദൗത്യങ്ങളുടെ ദയനീയ പരാജയത്തെയാണ് തുറന്നുകാട്ടുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുണ്ട് എന്ന് വീരവാദം മുഴക്കുന്നവർക്ക് ഒരു വിമാനം പോലും കൃത്യസമയത്ത് പറത്താൻ കഴിയാത്ത അവസ്ഥ. അതേസമയം ഇറാന്റെ ഓരോ നീക്കവും ലക്ഷ്യം കാണുന്നു. ഡോളർ അധിഷ്ഠിത വിപണിയെ തകർക്കാൻ ഹോർമൂസ് കടലിടുക്ക് ഒരായുധമായി ഇറാൻ ഉപയോഗിക്കുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് അമേരിക്കയുടെ അഹന്തയാണ്. ഇറാന്റെ ഈ ചങ്കൂറ്റത്തിന് പിന്നിൽ റഷ്യയുടെയും ചൈനയുടെയും ശക്തമായ പിന്തുണയുണ്ട് എന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളെ ഉറക്കം കെടുത്തുന്നു. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം ലോകത്തിലെ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും നൽകുന്ന സന്ദേശം ഒന്നാണ്: അതിശക്തമായ സൈനിക സംവിധാനങ്ങളെക്കാൾ വലുത് ഒരു ജനതയുടെ പോരാട്ട വീര്യമാണ്. സ്വന്തം മണ്ണും കടലും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ വിപ്ലവം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ അധിനിവേശത്തിന് അന്ത്യം കുറിക്കാനുള്ള ചരിത്രപരമായ ചുവടുവെപ്പാണ്. ഇറാന്റെ മിസൈൽ ശേഖരം തകർത്തു എന്ന ഇസ്രായേലിന്റെ വീരവാദങ്ങൾ വെറും പൊള്ളയാണെന്ന് ഏതു നിമിഷവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ സ്ഫോടനങ്ങൾക്കും ലെബനോണിലെ പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിക്കും ഇറാൻ നൽകുന്ന പ്രത്യാഘാതങ്ങൾ ലോകം ശ്വാസമടക്കിപ്പിടിച്ചാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ആയുധങ്ങളുടെയും സാമ്പത്തിക സഹായത്തിന്റെയും പിൻബലത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഈ നരനായട്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്ക പടരുമ്പോഴും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് ഇതൊരു വിമോചന പോരാട്ടമാണ്. പീഡിപ്പിക്കപ്പെടുന്ന ജനതയുടെയും സ്വന്തം പരമാധികാരം കാത്തുസൂക്ഷിക്കാൻ പൊരുതുന്ന ഒരു രാഷ്ട്രത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇറാന്റെ ഓരോ മിസൈലും പടിഞ്ഞാറൻ സാമ്രാജ്യത്വത്തോടുള്ള ഉച്ചത്തിലുള്ള നോ ആണ്. യുദ്ധം 6ാം ദിവസവും കൊടുമ്പിരിക്കൊള്ളുമ്പോൾ വിജയത്തേക്കാളുപരി സ്വന്തം അഭിമാനവും പൈതൃകവും സംരക്ഷിക്കാൻ ഉറച്ചു പൊരുതുന്ന ഇറാന്റെ നിശ്ചയദാർഢ്യം സമാനതകളില്ലാത്തതാണ്. പശ്ചിമേഷ്യയിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന അമേരിക്കൻ അധിക്ഷേപത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള ചരിത്രപരമായ ചുവടുവെപ്പിലാണോ ഇറാൻ എന്ന് കാലം തെളിയിക്കും. ഡോളർ സാമ്രാജ്യത്തെ വിറപ്പിച്ചുകൊണ്ടും ഉപരോധങ്ങളെ ആയുധമാക്കിക്കൊണ്ടും ഇറാൻ തീർക്കുന്ന ഈ പ്രതിരോധ കോട്ട വരാനിരിക്കുന്ന പുതിയൊരു ലോകക്രമത്തിന്റെ തുടക്കമാണ്. സ്വന്തം മണ്ണിൽ വിദേശ സൈന്യത്തിന്റെ കാലടിപ്പാടുകൾ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഇറാന്റെ ഈ പോരാട്ടം ലോകത്തിലെ എല്ലാ സ്വാതന്ത്ര്യകാംക്ഷികൾക്കും വലിയൊരു ആവേശമാണ്. സാമ്രാജ്യത്വത്തിന്റെ ഇരുണ്ട നിഴലുകൾ മായുന്നതും ഒരു സ്വതന്ത്ര മിഡിൽ ഈസ്റ്റ് ഉദയം ചെയ്യുന്നതും വിദൂരമല്ലെന്ന് ഈ മിസൈൽ മഴകൾ വിളിച്ചു പറയുന്നു.